വിദ്യാസാഗർ ഗുരുമൂർത്തി 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകമാണ് വിഷയം. ഈ പാഠപുസ്തകത്തിൽ CPMൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ ആണ് തിരികെ കയറ്റിയിരിക്കുന്നത്. ആരോഗ്യ രംഗത്ത് നമ്പർ 1 ആ മേനി പറച്ചിലൊക്കെ ഉണ്ട്. കൂടാതെ ഗവർണർ പദവിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഇതര രാഷ്ട്രീയ പാർട്ടികളോട് വിദ്വേഷം തോന്നിക്കുന്ന നിരീക്ഷണങ്ങളുണ്ട്. റിസോർട്ട് രാഷ്ട്രീയം വരുന്നു. ഇലക്ടറൽ ബോണ്ടിലെ കോടതി വിധി, ഇതൊക്കെ കുട്ടികൾ പഠിക്കണം എന്നാണ് വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ കരിക്കുലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിനനുസൃതമായിട്ടാണ് ഈ പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഖലിസ്ഥാൻ വാദികൾ, അതുപോലെ കശ്മീർ ജിഹാദികൾ, ഇവരെയൊക്കെ ഈ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ തലോടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകമാണ് സർക്കാർ ഈ 2ാം ഘട്ടം അധ്യയന കാലത്തിൻ്റെ 2ാം ഘട്ടം എന്ന നിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നേരത്തെ നന്ദു പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അടുത്ത അധ്യയന വർഷം ഒരുപക്ഷെ ഇതിലും ഗംഭീരമായി ഈ CPMൻ്റെ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാനുള്ള എല്ലാ വഴികളും പാഠ്യ പദ്ധതി രൂപീകരണത്തിലൂടെ ഇവർ നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്ങനെ നോക്കിക്കാണുന്നു വിദ്യാസാഗർ? അപ്പോൾ ഇത് വളരെ കാലമായിട്ട് ഇടതുപക്ഷം ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് അവർക്ക് അതിനു വേണ്ടിയിട്ട് അവരുടേതായ സംഘടനകളുമുണ്ട്. ബാലസംഘം മുതൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ ഡിവൈഎഫ്ഐയുടെ പ്രത്യേകത ഇന്ന് കൂടുതൽ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ കൂടുതൽ പറയണ്ട. ഇന്ന് പലർക്കും മനസ്സിലായി. ഈ GST കുറച്ചുകൊണ്ട് പലരും എല്ലാത്തിലും GST കുറച്ചിരിക്കുകയാണ്. അതായത് വീട്ടിൽ വന്ന് ഭാര്യയെ ഉപദ്രവിക്കുന്ന ജംഷീദ് എന്ന ഡിവൈഎഫ്ഐക്കാരനോട് ഭർത്താവായ CPM പരം പറയാണ്, നീ ഒന്ന് സഹകരിച്ചാൽ ഈ നമ്മുടെ കടങ്ങളും തീരും, പ്രശ്നങ്ങളും തീരുമെന്ന്. ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് വരുന്നതിൽ CPM കഴിഞ്ഞ 60 വർഷത്തിലേറെയായി ബദ്ധശ്രദ്ധരാണെന്ന കാര്യം കേരളീയ ജനതയ്ക്ക് അറിയാം. കാരണം പാലക്കാട് നമ്മുടെ ശശിയും എറണാകുളത്തെ ഗോപി കോട്ടമുറിക്കലും തുടങ്ങി അനേകം ആളുകളുടെ ഈ ലീലക വിലാസങ്ങളൊക്കെ വരുന്നത് ഒരേ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നാണ്, സംസ്കാര ശൂന്യതയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഇവിടെ ഇന്നത്തെ വിഷയത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നത്, ഈ എല്ലാവർക്കും ആരോഗ്യം മാതൃകയായി കേരളം, നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ വീണ്ടും കേരളം മികവിൽ, ദേശീയ അംഗീകാര നിറവിൽ കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗം. മുകളിൽ നൽകിയിരിക്കുന്ന വാർത്തകളിൽ നിന്ന് കേരളത്തിലെ അത് ഏത് പത്രം എന്നുള്ളത് പറയുന്നില്ല, എനിക്കൊന്ന് ദേശാഭിമാനിയുടെ കട്ടിങ് ആയിരിക്കും. ദേശീയ അംഗീകാര നിറവിൽ കേരളത്തിന്റെ അതിൽ കാണിക്കുന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ പത്രം കാണിക്കുന്നില്ല. ദേശീയ അംഗീകാര നിറവിൽ കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗം. മുകളിൽ നൽകിയിരിക്കുന്ന വാർത്തകളിൽ നിന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്? വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന, അതാണ് ഏറ്റവും രസം, വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത്. കുറഞ്ഞ ചിലവിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് കൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുവാനും മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുവാനും കേരളത്തിന് കഴിയുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ നാം കൈവരിച്ച ചില നേട്ടങ്ങളുടെ ഫലങ്ങൾ ചുവടെ ചേർക്കുന്നു. കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, മുഖ്യമന്ത്രിക്ക് മേയോ ക്ലിനിക്കിൽ ചികിത്സ, ഇതൊക്കെ അതിൽ വെക്കേണ്ടതാണ്. അവസാനം അതിവേഗം കുറയുന്ന ജനസംഖ്യ വളർച്ച നിരക്ക്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു അസുഖം വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാം, അദ്ദേഹം അവിടെ പോകുന്നുണ്ടല്ലോ, പത്രങ്ങളിൽ കണ്ടതാണ്. ആ ക്ലിനിക്കിൽ അപ്പോൾ ലോകത്തെ ഏറ്റവും നിലവാരമുള്ള മായോ ക്ലിനിക്ക് പോലത്തെ സംവിധാനം ഈ നാട്ടിൽ തരുന്ന ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു താലൂക്ക് ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലോ കാണിക്കാത്തത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് അവരെ സംബന്ധിച്ച് ഈ നാട്ടിലെ ഡോക്ടർമാരെയും വിശ്വാസമില്ല, ഇവിടുത്തെ സംവിധാനം വിശ്വാസമല്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ കേരളത്തിലെ ഏറ്റവും ട്രസ്റ്റ് വേർതി ആയിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണപക്ഷത്തിലെ ആളുകളും അവരുടെ പിണിയാളുകളും പോരാളി ഷാജി അടക്കമുള്ളവർ എടുത്തിട്ട് വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചു. എന്തുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ യൂറോളജിസ്റ്റ്, ഇന്ന് കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഹാരിസ് ചിറക്കലിനെ ഈ വീണ ജോർജ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വലങ്കൈ ആയിരിക്കുന്ന ആരോഗ്യമന്ത്രി, ഏറ്റവും കഴിവുകെട്ട ആരോഗ്യമന്ത്രിയായിട്ട് അറിയപ്പെടുന്ന
ജനങ്ങൾക്കിടയിലാണ് കേട്ടോ, പാർട്ടി കേന്ദ്രങ്ങളിലല്ല, ജനങ്ങൾക്കിടയിൽ ഏറ്റവും കഴിവുകെട്ട ആരോഗ്യമന്ത്രി അറിയപ്പെടുന്ന വീണ ജോർജ് എന്താണ് പറഞ്ഞത്? ഈ പറഞ്ഞ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇവരുടെ പണിയാളുകളെ വെച്ചിട്ട് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഡോക്ടർ ഹാരിസ് ചിരക്കലിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ എക്യുപ്മെന്റ്സ് കാണാനില്ലെന്നൊരു വ്യാജ വാർത്ത ഇവർ സൃഷ്ടിച്ചു. അങ്ങ് ഓർക്കുന്നുണ്ടാവും. അതെ. എന്ന് വെച്ചാൽ ഒരു ഡോക്ടർക്ക് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി ജോലി, അദ്ദേഹം പ്രൈവറ്റ് പ്രാക്ടീസ് ഇല്ലാത്ത ആളാണ്, അപൂർവം ഡോക്ടർമാരിൽ ഒരാളാണ്. മാത്രമല്ല ഒരൊറ്റ ദിവസം അദ്ദേഹം ലീവ് എടുക്കാറില്ല. കഴിഞ്ഞ 30 വർഷത്തിലേറെയായി കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയിൽ എവിടേക്കൊക്കെ അദ്ദേഹത്തിന് ഏതൊക്കെ ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്താലും പരാതിയില്ലാതെ അവിടെ പോയി സാധാരണക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് ചിരക്കൽ. അദ്ദേഹം കരയേണ്ടി വന്നു, അല്ലെ? അദ്ദേഹം പബ്ലിക്കിൽ കരയേണ്ടി വന്നു. എന്താ കാരണം? ഈ ഗവൺമെന്റ് കൊടുത്ത ഫാഷിസ്റ്റിക് പ്രഷറാണ്, അത്രയധികം ഫാഷിസ്റ്റിക് പ്രഷറാണ് ഡോക്ടർ ഹാരിസ് ചിരക്കലിന്റെ മേലെ. പൊതുജന ആരോഗ്യ മേഖലയിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം കേരള സർവീസ് റെഗുലേഷൻ ആക്ട് ഉണ്ട് 1960. ആ ആക്ട് പ്രകാരമാണ് വീണ ജോർജ് പറഞ്ഞത് ഇദ്ദേഹത്തിന് നിയമ നടപടി എടുക്കണം, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണം. കാരണം ഇദ്ദേഹം ഒരുപാട് തവണ ഗവൺമെന്റിന് രേഖാമൂലം റിക്വസ്റ്റ് നൽകി പല ഡിപ്പാർട്ട്മെന്റുകളിലും മെഡിക്കൽ കോളേജിൽ എക്യുപ്മെന്റ്സ് ഇല്ല, മനഃപൂർവ്വം ലാബിന്റെ പ്രവർത്തനമില്ല. അപ്പോൾ പാവപ്പെട്ട രോഗികളോട് ഡോക്ടർമാർ പറയുകയാണ് നിങ്ങൾ ഇതിനുള്ള എക്യുപ്മെന്റ് പണം തരണം, അല്ലെ എക്യുപ്മെന്റ് കൊണ്ടുവയ്ക്കണം. ഡോക്ടർമാര് പാവപ്പെട്ട രോഗികളോട് പറയുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഇത്രയധികം കെടുകാര്യസ്ഥതയും മോഷണവും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉഴപ്പിക്കൊണ്ട് മെഡിക്കൽ കോളേജിലെ ചില ഉദ്യോഗസ്ഥരും സർക്കാരിന്റെ ആളുകളും ചേർന്ന് ഉപകരണങ്ങൾ വരുത്തിക്കാതിരിക്കുകയും കേടുവരുത്തുകയും പബ്ലിക് സർവീസിന് വിരുദ്ധമായിട്ട് സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വേണ്ടി സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടും ലാബുകൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ മേഖല ഈ കേരളത്തിൽ മാത്രമുള്ളതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഞാനോ നിങ്ങളോ അല്ല. ഈ നാട്ടിൽ 30 വർഷത്തിലധികമായി ജനങ്ങളെ സേവിക്കുന്ന ഒരു പൊതുജനാരോഗ്യ മേഖലയിലെ ഒരു ഭിഷഗ്വരനാണ് പറഞ്ഞത്. അദ്ദേഹം RSS കാരനുമല്ല, അദ്ദേഹം ഒരു ബോൺ മുസ്ലിം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലും ഈ കാവ്യവൽക്കരണം ഒന്നുമില്ല ഇവർ പറയുന്ന പോലെ. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ സഹയാത്രികൻ കൂടി അദ്ദേഹം. അതെ, അദ്ദേഹം ഒരിക്കലും ഈ CPM-ന്റെ ഒരു ഇതിനെ എതിർക്കാത്ത ആളാണ്. അദ്ദേഹം കെടുകാര്യസ്ഥത അങ്ങേയറ്റത്തെത്തുമ്പോ അളമുട്ടിയ ചേരയും കടിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടേണ്ടി വന്നു. എപ്പോൾ 100 തവണ മേലുദ്യോഗസ്ഥന്മാരോടും സർക്കാർ ഏജൻസികളോടും ഡിപ്പാർട്ട്മെന്റിനോടും പറഞ്ഞിട്ടും കേൾക്കാത്തതുകൊണ്ട്. അപ്പൊ ഇവിടെ ഒരു ആരോഗ്യ മേഖല ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ, ഇത് ലോകോത്തരമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം മോശമാണ്. ചെറിയ കുട്ടികൾക്ക് അത് ചോദ്യം ചെയ്യാനുള്ള കഴിവില്ല. അവരോട് പോയിട്ട് ഇത് ലോകോത്തരാണെന്ന് പറയുമ്പോൾ നാളെ അവന് ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇതേ ആൾക്കാരെ ചെരുപ്പൂരി അടിക്കേണ്ട അവസ്ഥ വരും. ഇപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇവർക്ക് ഈ കേരളത്തിൽ ജീവിക്കുന്ന നമ്മുടെ മറ്റ് സഹജീവികൾക്ക് അറിയാലോ, ഓരോ നമ്മുടെ നാട്ടിലല്ലേ ഒരു സ്ത്രീക്ക് പെൻഷൻ കിട്ടാതെ പിച്ചച്ചടി എടുക്കേണ്ടി വന്നത്. ആ സ്ത്രീക്കെതിരെ, ആ വയസ്സായ ആ വൃദ്ധയ്ക്കെതിരെ എന്തെല്ലാം തെറി ഇവർ പറഞ്ഞുണ്ടാക്കി. ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രത്യയ ശാസ്ത്രം തന്നെ അടിസ്ഥാനപരമായി പറ്റിക്കലാണ്. അതൊരു വെറും മേക്കപ്പ് മാത്രമാണ്, ശവത്തിനെ പൗഡർ ഇടിക്കുന്ന പോലത്തെ പരിപാടിയാണ്. ഒരു മനുഷ്യൻ കമ്മ്യൂണിസം പറയുന്നത് ഇപ്പൊ നമ്മുടെ P. രാജീവിന്റെ ഒക്കെ മാതിരി നിഘണ്ടുവിൽ ശ്രീകണ്ഠേശ്വരം പോലും അറിയാത്ത വാക്കുകൾ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ് കമ്മ്യൂണിസം. അതായത് ആളുകൾ കേട്ടാൽ തോന്നുന്നു എന്തോ വലിയ കാര്യം, ഇതെന്തോ വലിയ സംഭവമാണ്, നമുക്ക് മനസ്സിലാവാത്ത. അതല്ലേ നമ്മുടെ പ്രതിക്രിയാവാതകവും അന്തർധാര എന്നൊക്കെ നമ്മുടെ ശങ്കരാടി പറഞ്ഞില്ലേ, ആ സാധനമാണ്. അതായത് ശങ്കരാടി സന്ദേശത്തിൽ പറഞ്ഞ വാക്യങ്ങൾ വളരെ സത്യമാണ്. അപ്പോ ഒന്നും മനസ്സിലാവാത്ത നമ്മളെ പോലെ പാവപ്പെട്ട ആൾക്കാർ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി, നമ്മുടെ പാർട്ടി എന്തുകൊണ്ട് തോറ്റു, പ്രതിക്രിയവാദം ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ അതേ നിലപാടിലാണ് ഇപ്പോഴും ജനങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേക ഇലക്ട്രൽ ഒരു വിക്ടറിക്ക് കാരണം ഇലക്ഷന്റെ ഒരു 3 മാസം മുമ്പ് മുതൽ ഒരു വളരെ സമർത്ഥമായിട്ട് ജനങ്ങളുടെ മെമ്മറി പവറിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ജനങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ വേദനകൾക്കും അവസാനം കുറച്ച് കടലപ്പരിപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് എണ്ണയും കൊണ്ടിട്ട് ഇവര് സോപ്പ് പൊടിയും ഒക്കെ വെച്ചിട്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പൊ കേരളീയ ജനത ഇത് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യയ ശാസ്ത്രങ്ങൾക്കുപരി, രാഷ്ട്രീയ പാർട്ടികൾക്കുപരി നാം കാണുന്ന യാഥാർത്ഥ്യങ്ങളെ യഥാർത്ഥമായി അഡ്രസ് ചെയ്യാൻ പറ്റണം. നേരത്തെ സംസാരിച്ച സാറ് പറഞ്ഞല്ലോ, കേരള നിയമസഭയിൽ ഒരു എറ്റിക്കറ്റ്, നമ്മളൊരു വാക്കുണ്ട്, എറ്റിക്കറ്റ് എന്നൊരു വാക്കുണ്ട്. സാമൂഹികമായി നാം പാലിക്കേണ്ടുന്ന ചില മര്യാദാക്രമങ്ങളുണ്ട്. ആ മര്യാദക്രമങ്ങളെ എല്ലാം തന്നെ കാറ്റിൽ പറത്തിയിട്ട് വളരെ മോശമായിട്ട് സ്ത്രീ മെമ്പർമാരോട് പോലും പെരുമാറിയ ആളുകളാണ് ഇപ്പോൾ മന്ത്രിമാരായിട്ടിരിക്കുന്നത്. അതായത് ഈ ഡെസ്കിന്റെ മേലെ വലിഞ്ഞു കയറി കമ്പ്യൂട്ടർ വലിച്ചു പറിച്ച് ആരും ചെയ്യില്ലത്. അതായത് ഇതൊരു സംസ്കാരമാണിത്. അതായത് ഒരു 2 സാധനങ്ങൾ, ഒരു പബ്ലിക്കിന് മുമ്പിൽ നിയമസഭാ സാമാജികരെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിയമസഭാ സാമാജികരെ കാണിച്ചു എന്നുള്ളതാണ്. അതെ, അണ്ടർവെയർ കാണിച്ചു, നാട്ടുകാരെ മുഴുവൻ കാണിച്ചു. ഇത്രയധികം പ്രശസ്തമായ അണ്ടർവെയർ ലോകത്ത് ആർക്കുമില്ല.
അപ്പൊ ഞാൻ പറയാൻ കാരണം വെച്ചാല് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൃത്തികേട് എന്തെന്ന് വെച്ചാൽ ഇവിടെ അച്യുതാനന്ദൻ 2ാം തവണയും നമുക്ക് ഭരണത്തിൽ വരുമെന്ന ചിന്തയിൽ ഇരുന്ന നമ്മളെ പറ്റിച്ചിട്ടാണ് ഇദ്ദേഹം ഇവിടെ വന്നെന്നുള്ളത് നമുക്കറിയാം. അതൊരു ഇലക്ട്രൽ കബളിപ്പിക്കലാണ്. അച്യുതാനന്ദനെ വിശ്വസിച്ച ജനത CPM-നോട് കൂടുതൽ അടുത്തു. കുറെ പേര് നോൺ CPM ആയിരുന്ന ആളുകളും, അതായത് ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രതിബദ്ധത ഇല്ലാത്തവരും CPM-നോട് അടുത്തൊരു കാലഘട്ടമാണ് അച്യുതാനന്ദന്റെ പ്രവർത്തനം മൂലം. അതൊരു പറ്റിക്ക. ഇങ്ങനെ പാർട്ടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പറ്റിക്കലിന് വിധേയമാകുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്താമായിരുന്നു. അതായത് ഇതുപോലെ മണ്ടന്മാരാക്കാൻ എളുപ്പമുള്ളൊരു ജനത വേറെയില്ല നിങ്ങളെ പോലെ എന്ന് ടെക്സ്റ്റിൽ എഴുതാം. കാരണം അത്രയും മോശമായിട്ട് ഒരു നിയമസഭാ സാമാജികൻ ഒരിക്കലും പെരുമാറാൻ പാടില്ലാത്ത വിധം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയുടെ 2014 മുതലുള്ള ഭരണം കേന്ദ്രത്തിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സാമാജികൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, നമ്മൾ കമ്പാരിറ്റീവ്ലി പറയാണ്. BJP-യുടെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരാൾ പോലും ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം നേരിടുകയോ അല്ലെങ്കിൽ മോദി അടക്കമുള്ള ആരെങ്കിലും ഡെക്കോറം തെറ്റിച്ചു പെരുമാറുകയോ ഒരു വാക്ക് പറയുകയോ ചെയ്യാത്ത അവരെ ലോകത്തെ ഏറ്റവും വലിയ കാട്ടാളന്മാരെയും നരാധവന്മാരുമായി പബ്ലിക് കവല പ്രസംഗം നടത്തുന്ന CPM-ന്റെ മുഖ്യമന്ത്രി മുതലുള്ള താഴേക്കുള്ള എല്ലാവരും അവർ എന്ത് തരത്തിലുള്ള ഒരു മൊറാലിറ്റിയാണ് ജനങ്ങൾ കൊടുക്കുന്നതുകൂടി കമ്പയർ ചെയ്ത് പഠിപ്പിക്കാൻ ഉത്തരവാദിത്വമില്ലേ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണെന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോ ആ ശ്രീകോവിലിന്റെ അകത്ത് എന്താണ് കാണിച്ചു കൂട്ടിയത് ഇവരെന്ന് പറയണ്ടേ? KM മാണിയുടെ പ്രസംഗത്തിന്റെ സമയത്ത് നമുക്കറിയാലോ എന്ത് തരത്തിലുള്ള ഒരു ആഭാസതരമാണ് നിയമസഭയിൽ നടന്നത്. അപ്പൊ ഇതൊരു വെകിളിക്കൂട്ടമാണ്. ഇവരുടെ ഭാഷ സംസ്കാര സമ്പന്നമാണെന്ന് തോന്നിക്കും വിധം P രാജീവിനെ പോലെ അല്ലെങ്കിൽ KN കുഞ്ഞാമ്മനെ പോലെ ചില ആളുകളെ വ്യാജ പണ്ഡിതന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പണ്ഡിതന്മാർക്ക് തോന്നണം ഇവർ നല്ലവരാണ്. എന്നാൽ പബ്ലിക്കിനോട് ഗുണ്ടായിസാണ് ഇവർ കാണിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പാർട്ടി ഇതുമായിക്കോട്ടെ, കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെ ABVP-യുടെ ഒക്കെ പിള്ളേർ റോട്ടിൽ ഇറങ്ങിയിട്ട് മുഖ്യമന്ത്രിയെ വഴി തടയുന്ന സമരം നടത്തിയപ്പോ കറുപ്പ് തുണി കാണിച്ചാൽ ഉടനെ തല്ലി ചതയ്ക്കുന്ന, ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന, ഹെൽമറ്റ് കൊണ്ട് അടിക്കുന്ന, അതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതും ഈ പറഞ്ഞ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കെന്നാണ്, അത് രക്ഷാപ്രവർത്തനമാണെന്നാണ്. അത് കാറിന്റെ ടയർ അവരുടെ കാലിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് DYFI പ്രവർത്തകര് ആ ജനങ്ങളെ രക്ഷിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് എന്ത് കൊലപാതകം ചെയ്താലും അതിനെ വാക്കുകൊണ്ട് മൂടാമെന്ന ചിന്തയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും വീണ്ടും വിജയിപ്പിച്ചു വിടുന്ന ജനങ്ങൾ, ആ ജനങ്ങളോടാണ് എനിക്ക് പരാതിയുള്ളത്. കാരണം നിങ്ങൾ എന്ത് മൂഢത്വമാണ് ചെയ്യുന്നത്. ഈ മൂഢത്വം കൊണ്ട് ഈ നാട് എവിടെ എത്തിച്ചേരും? കാരണം കമ്മ്യൂണിസ്റ്റ് നമ്മൾ പറയല്ലോ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ നല്ലതായിരുന്നു എന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് ബൽറാമിനെതിരെ വലിയ ഒരു വധശ്രമമൊക്കെ ഉണ്ടായതിന്റെ കാരണം നമുക്കറിയാം. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ ചില രഹസ്യങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പൊ പണ്ട് നല്ല കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, ഇപ്പൊ മോശമായി എന്നുള്ള ആ വാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഈ കമ്മ്യൂണിസ്റ്റുകൾ പൊതുവെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഗതി ഹൃദയരാഹിത്യമാണ്. നമ്മളെല്ലാവരും വളരെ സ്നേഹിക്കുന്ന EK നായനാർ തന്നെ നമ്മുടെ SD കോളേജിലെ കിം കരുണാകരൻ അടക്കമുള്ള കുട്ടികളെ വെള്ളത്തിൽ ഓടിച്ചിട്ട് വെള്ളത്തിൽ ചാടിച്ചിട്ട് കല്ലെറിഞ്ഞു കൊന്നത്. ഞാൻ പറഞ്ഞ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം, ഇത്രയും കുട്ടികളെ കല്ലെറിഞ്ഞു കൊന്നിട്ട് നായനാർ പറഞ്ഞത് ചത്തത് ABVP-കാരല്ലെന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് മാനുഷിക മൂല്യങ്ങളും മാനവികതയും ഒക്കെ വെറും വായിൽ കുപ്പിളിച്ച് തുപ്പാനുള്ള തുപ്പൽ മാത്രമാണ്. അത് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല. MA ബേബി മുതൽ ഈ താഴെയുള്ള CPM-ന്റെ പ്രവർത്തകൻ വരെ വാക്കിൽ കരുണാവാനും മാനവികത പറയുന്നവനും പ്രവൃത്തിയിൽ അങ്ങേയറ്റം ബീഭത്സമായ കൊലപാതകം ചെയ്യാൻ ശേഷിയുള്ള ട്രെയിൻഡ് ക്രിമിനൽസ് ആണ് എന്നതാണ് കേരളത്തിന്റെ അനുഭവം. ആ അനുഭവത്തെ പറയുമ്പോ ഉടനെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. അതൊന്നുമല്ല. എനിക്ക് അത്ഭുതം, ഗണേശൻ മാഷൊക്കെ ഇതിലുണ്ട്, ഇതിന്റെ കമ്മിറ്റിയിൽ അഡ്വൈസർ ആയിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ ഗണേഷ്, ചരിത്രാധ്യാപകൻ. അപ്പൊ ഇത് അവരൊക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുമാണ്. എങ്കിലും ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു നാറി പുഴുത്ത ഒരു സർക്കാരിനെയും പ്രത്യയശാസ്ത്രപരമായിട്ട് അങ്ങേയറ്റം നശിച്ചൊരു പാർട്ടിയെയും ഇങ്ങനെ ന്യായീകരിക്കുന്നുണ്ട്. എന്ത് ഗുണമാണ് കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു ഈ അധ്യാപകരുടെ ഉള്ളിലൊക്കെ ഭയമാണ്. പാർട്ടിയെ എതിർത്താൽ പാർട്ടി ഉപദ്രവിക്കും. എങ്ങനെ ഉപദ്രവിക്കും? അങ്ങ് കണ്ണൂർക്കാരനാണല്ലോ, അങ്ങനെ ഞാൻ പറയേണ്ട കാര്യമില്ല. കണ്ണൂരില് CPM-ന്റെ എന്തെങ്കിലും പരിപാടിക്ക് എതിര് നിൽക്കുകയോ പറയുകയോ ചെയ്യുന്നതിന്റെ കിണറ്റിൽ മലം കൊണ്ടിടുന്ന ഒരു പാർട്ടിയാണത്. പോട്ടെ, നമ്മളെ കുറച്ചു കാലം കണ്ടിട്ട് നമ്മുടെ ഷാജി ഉണ്ടല്ലോ, പാണ്ഡ്യാല ഷാജി, ഇപ്പൊ കാണാൻ്റെ ആളെ, ആ പാണ്ഡ്യാല ഷാജിയുടെ നട്ടലൊടിച്ചു വിട്ടവരല്ലേ ഇവര്, കൈയടിച്ചു ഓടിച്ചവരല്ലേ. CPM-ന്റെ പ്രവർത്തകനായിക്കോട്ടെ വിരുദ്ധനായിക്കോട്ടെ, അവരുടെ ആ പോളിസിക്കെതിരെ നിൽക്കുന്ന ആരെയും ഉപദ്രവിച്ച് കൊല്ലുക അല്ലെങ്കിൽ ജീവച്ഛവമാക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നയമാണ്. എന്നിട്ടും ഈ ജനങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ണൂര് ഞാൻ പോയപ്പോ, കണ്ണൂർ പാർട്ടിയുടെ ഒരു ഗ്രാമത്തിൽ ഞാൻ പോയപ്പോ അവിടെ ഒരു BJP പ്രവർത്തകന്റെ വീട്ടിലെ കിണറ്റിൽ അവിടെ ബാർബർ ഷോപ്പിലെ മുടി മുറിച്ചത് മുഴുവൻ കൊണ്ട് കിണറ്റിട്ടിരിക്കുകയാണ്.
നമ്മുടെ മഹാഭാരതത്തില് പണ്ടേ വ്യാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആതതായിനമായാന്തം ഹന്യാദേവ അവിചാരയനെന്ന്. അതായത് ആതതായി വിഷം കൊടുക്കുന്നവൻ, വെള്ളത്തിൽ മോശം കലർത്തുന്നവൻ, പിന്നെ സ്ത്രീകളോട് അപമര്യാദ പെരുമാറുന്നവൻ, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നവൻ, രാജ്യം തട്ടിയെടുക്കുന്നവൻ, അഗ്നിബാധയ്ക്ക് ഇരയാക്കുന്നവൻ തുടങ്ങിയിട്ടുള്ള തീവ്രവാദികളെ എല്ലാം കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണ് മഹാഭാരത കാലത്തെ നിയമം. ആതതായിന മഹായാന്തം ഹന്യാദേവ അവിചാരയൻ എന്നാണ്. ഈ CPM ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാൽ അന്നത്തെ ആതതായികൾ നാണിച്ചു പോകും. വെള്ളം കുടിക്കുന്ന കിണറ്റിൽ മലം കൊണ്ടിടുന്ന ഒരു പാർട്ടിയാണ് ഈ രാജ്യം നന്നായി, ഞങ്ങൾ ഭരിച്ചിട്ട് നന്നായി എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യയശാസ്ത്രപരമായും പിന്നെ പ്രായോഗികമായും അത്യന്തം ജനവിരുദ്ധമായ ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം. അത് ജിഹാദിൽ നിന്നും വലിയ വ്യത്യാസമുള്ള ഒരു സിദ്ധാന്തമല്ലെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ട് വരികയാണ്. എന്റെ സുഹൃത്ത് നമ്മളെ BJP യുടെ നന്ദു നന്നായിട്ട് സംസാരിച്ചു ആ വിഷയത്തെപ്പറ്റി, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ.